അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന്. എനിക്ക് അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം എനിക്ക്. അപ്പം പിന്നെ കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ. കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ കടമൊക്കെ വാങ്ങി. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ, ഇത്രയും പേരുടെ ചെലവ് ഈ സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്കാണ് നോക്കിയത്. അതായത് ഈ രേഷ്മ പി തങ്കച്ചൻ, ഇവരുടെ തള്ള, ഇവിടെ ചേച്ചി, ഇവിടെ ഭർത്താവ്, ചേച്ചിയുടെ ഭർത്താവ്, അവനെന്താ നട്ടലില്ലേ? അവന് ആണല്ലേ? അവന് ജോലി ചെയ്യാനുള്ള കഴിവില്ലേ? പിന്നെ ഈ പിള്ളേർ 2 പേര്, പിന്നെ കുറേ ആൾക്കാർ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു, ലോക്ക്ഡൗണിൽ പെട്ടുപോയ. അപ്പം ഇത്രയും പേർക്കും ചെലവിന് കൊടുത്തത് ഈ സുധി എന്ന് പറയുന്ന ഒരുത്തനാ. അതിനു വേണ്ടിയിട്ടാണ് ഈ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ നിന്ന് എരന്ന് കാശ് വാങ്ങിച്ച് വെറ്റകളെ തീറ്റിപ്പോറ്റിയത്. നാണമുണ്ടോ? നാണം. മനസ്സിലായോ? അതും ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ, ഈ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ, ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഞാനൊന്നും ഓരോ കാര്യം പറയാത്തതും അങ്ങനെയാണെന്ന്. ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി, ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താമെന്ന്, പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് വണ്ടി എടുത്ത്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്ത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ, ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി, ഇതൊക്കെ പറയണോ? എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. നമുക്ക് മനസ്സിലായി, മോൻ പറയാതെ തന്നെ പല കാര്യങ്ങളും മനസ്സിലായി. അതായത് ഞാലിയാൻകുടിയിലുള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്, പലരും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വിധവയെന്നുള്ള സഹതാപ കാർഡ് കാരണം ഇവള് രക്ഷപ്പെട്ട് വരികയായിരുന്നു. പലരും പറഞ്ഞിട്ടും കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഊളകളുണ്ട്. നീയൊക്കെ കേട്ടു നോക്കൂ. ഒരു പാവം മനുഷ്യൻ്റെയും ആ മനുഷ്യൻ്റെ മകനും അനുഭവിച്ച ദുരിതങ്ങളാണ് ഈ പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ്. അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടുകാർ ഇങ്ങനെ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരുമില്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. ബാക്കി ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നുമില്ല. ഇങ്ങനെ പൊക്കോണ്ട് വെക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണേലും, ഞാനും അച്ഛനും സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ, ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ. ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല, ഇങ്ങനെ സംസാരിക്കും. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായിപ്പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്നൊരു ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാൽ രാത്രി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട്, ഈ ഉറങ്ങിപ്പോകുന്ന സ്വഭാവമുണ്ട്. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ വെച്ചാൽ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം കിടന്നുറങ്ങി. എന്നെ അമ്മ ഒന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, നീ അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്നു, നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി
എന്തോ എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ടച്ചന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ആ ഫോൺ എടുത്ത് എറിഞ്ഞ്. എന്തോ അനൂപേട്ട പറയുന്നത്, അങ്ങനെ അനൂപേട്ടൻ ചോദിച്ചാൽ എന്തോ അനൂപേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തു പോയി ഭയങ്കരമായിട്ട്. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ട് വെക്കുമ്പം ഇവർ നേരെ ഒരു എനിക്കപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ അനൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ട് വെക്കാൻ നേരത്ത് ഇവർ അടിച്ചു പൊളിയാണ് പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു. ആശുപത്രി എത്തുന്നവരെ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന് ആദ്യച്ഛനെ അവിടെ പോയി കണ്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാനുണ്ട്, എന്തിനു വിളിക്കും. അങ്ങനെ നിൽക്കാൻ അനൂപേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിൻ്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാർ എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരും അളിയനും പോവാ. ഇവരാണ് എൻ്റെ ഫോണൊക്കെ വാങ്ങിയേക്കുന്നത്. പറഞ്ഞാൽ അത് പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് നിന്നപ്പോഴത്തേക്ക് അനൂപേട്ടൻ ഇങ്ങനെ കാര്യം എനിക്ക് കൊല്ലത്തുകൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്തുകൊണ്ടൊക്കെ കാണിച്ച് തിരിച്ച് വന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനൂപേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിയും. അപ്പോഴത്തേക്കും ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ പനൂപേൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പനൂപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും നായില വർക്ക് ചെയ്യുന്ന ചേട്ടനും ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് വന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. ഇങ്ങനെ മൊത്തം 89,000 എങ്ങാണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്തു ഫ്ലവേഴ്സിൽ. അത് അനൂപേട്ടൻ എല്ലാവരും കൂടെ ചെയ്തതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. എനിക്കാണെങ്കിൽ അവിടെ ഒട്ടും പറ്റുന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അന്ന് ഞാൻ +2 ഇതായിട്ട് പഠിക്കുക, ഓപ്പൺ കോഴ്സ് എടുത്ത്. +2 ഒക്കെ ആ ടൈമിൽ നിർത്തിയത്. എന്നിട്ട് ഞാൻ ഓപ്പൺ കോഴ്സ് എടുത്ത് വീണ്ടും +2 പഠിക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ നീ എവിടെ കഴിച്ചാൽ ഒന്നിനും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുമോ ഞാൻ പോകുന്നു. രാത്രി 3 മണിക്ക് ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ ഒരിടത്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടോയെന്ന് അറിയത്തില്ലേ. പക്ഷെ ആ ബാഡ് ടൈം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ നിൽക്കാൻ നേരത്തെ എനിക്ക് അപ്പോഴും ഒന്ന് ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ എന്തോ ഈ സംഭവമൊക്കെ ചെയ്യാനായിട്ടും കൊല്ലത്ത് പോയപ്പോഴത്തേക്കും അവരെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവുന്നു.
അവിടെ ആ സ്നേഹം കണ്ടിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. അവിടെ ആണെങ്കിൽ കുഞ്ഞിലോട്ട് അവിടെ അല്ല നിന്നിട്ടുള്ളതും. ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഒരു പേടി. ആ സമയത്ത് എല്ലാത്തിനോടും ഒരു പേടി. എനിക്ക് എൻ്റെ ഒരു വിഷമോ കാര്യം ആരും ഇല്ല എനിക്കൊന്നും പറയാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആര് സമയത്തൊരു പ്രശ്നം ഇതൊക്കെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആ സമയത്ത് ഒരു ഇതൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. നല്ല സ്വഭാവം അല്ലാതെ ഈ റബ്ബറിൻ്റെ ഒരു ജോലിക്ക് ഞാൻ ഇങ്ങനെ പോയായിരുന്നു ഒരു കൂട്ടാൻ്റെ വഴിയിൽ. ഇങ്ങനെ അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കൂടെ ഇപ്പം അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് പോകാൻ നീ അവിടെ നിന്ന് ഇതാക്ക്, അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. എന്താവും അങ്ങോട്ട്, എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ഒന്നും അറിയില്ല. ഇതൊക്കെ എന്താ ഇപ്പം ഒരു ചോദ്യം എന്തായാലും വരും. ഇതൊക്കെ നിനക്ക് ഇപ്പോഴാണോ പറയാനെങ്കിൽ ബ്രോ ഞാൻ എന്താ പറയാം, എനിക്ക് സംസാരിക്കാൻ ഒരു റൂമിൽ മാത്രം ഇങ്ങനെ എനിക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പം നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പം മനസ്സിലായില്ല. ആ ഒരു കണക്ഷനാണ് ഞങ്ങൾ. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ അനുഭവിച്ചില്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചില്ല. ഇനി എന്നെ കൊണ്ട് പറ്റും. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല, ഒരു 20% എന്നെ കൊണ്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഒന്ന് മനസ്സിലാക്കി എടുക്കട്ടെ എന്നെ കൊണ്ട് പറ്റാ. ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയുടെ ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ എല്ലാം തുറന്നു പറഞ്ഞാൽ എന്താകും എന്നൊക്കെ ഉള്ള ഒരു പേടിയും ആദിയുമായിരുന്നു ഇത്രയും നാൾ കിച്ചു എന്ന് പറയുന്ന കുട്ടി ഇതെല്ലാം മറച്ചു വെച്ചത്. പക്ഷെ മോനെ, അന്നേ നിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ നിനക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങൾ അത് ഏതൊരു കുട്ടിക്കും സംഭവിക്കാവുന്നതാണ്. അച്ഛനും അമ്മയും ഉള്ള വീട്ടിലെ കുട്ടികൾക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ലാതെ മാനസികമായിട്ടും എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ട് ഒരു മുറിയിൽ അടയ്ക്കപ്പെട്ട ഒരു കുഞ്ഞ് ഏത് രീതിയിൽ വരും? ഇതുപോലെയൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. എങ്കിലും തൻ്റെ ജീവിതത്തിൽ അതൊരു ദുരന്തമാണ്, അത് താൻ നിർത്തണം എന്ന് സ്വയം മനസ്സിലാക്കി നിർത്തി വന്നവനാണ് മോന. അപ്പോൾ മോനെ ആരും ഒറ്റപ്പെടുത്തത്തില്ല, എല്ലാവരും ചേർത്ത് നിർത്തത്തേ ഉള്ളൂ. പക്ഷെ ഒറ്റപ്പെടുത്തിയത് ഈ രേഷ്മ പി തങ്കച്ചൻ്റെ ഈ ഒരു ദുർനടപ്പ് മോൻ ഇപ്പോഴും ഒന്നും മിണ്ടാതെ നിന്നത് കൊണ്ടാണ്. എല്ലാവർക്കും വ്യക്തമായിട്ട് പല കാര്യങ്ങളും അറിയാം. പക്ഷേ അന്ന് മോൻ ചെറുതായിരുന്നു, പക്ഷെ ഇന്ന് മോന് അറിവുണ്ട്, പക്വതയുണ്ട്. എന്തുകൊണ്ട് മോൻ വായ അടച്ചിരിക്കുന്നു എന്നുള്ള ഒരു സംശയം തന്നെയായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് പേർക്കെങ്കിലും മോനോടൊരു അവഗണനയും ഒരു ഇഷ്ടക്കേടും തോന്നിയത്. അല്ലാതെ മോനോട് ആർക്കും വൈരാഗ്യമില്ല. മോൻ്റെ ജീവിതത്തിലുണ്ടായ ചെറിയൊരു കാര്യം, അത് വളരെ ചെറിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം ഓർത്തിട്ട് മോനെ ഒറ്റപ്പെടുത്താനോ ഒന്നും ആരും ആളല്ല. എനിക്ക് മോൻ്റെ പ്രായത്തിലൊരു കുഞ്ഞുണ്ട്, എൻ്റെ 2 ആമക്കളിൽ ഒരാൾ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കിച്ചുവിനെ. എന്താണെന്ന് വെച്ചാൽ മോൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ അല്ലെ മോൻ്റെ അവസ്ഥ കാണുമ്പോൾ ഞാൻ എൻ്റെ മകനെ തന്നെയാണ് കാണുന്നത്. കാരണം അതേ പ്രായത്തിലുള്ള ഒരു മകൻ ഉള്ളതുകൊണ്ട്, ഒരമ്മയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ഒരു കുട്ടിക്ക് സംഭവിച്ചാലും നമ്മൾ നമ്മുടെ സ്വന്തം മക്കളെയാണ് ഓർത്ത് പോകുന്നത്. ആ സ്വന്തം മകനായിട്ട് നമ്മൾ കണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൻ്റെ വേദന ഏറെക്കുറെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. ഈ സൈലൻ്റ് ആയിട്ടിരുന്നത് കൊണ്ട് മാത്രം ചെറിയൊരു എന്താ ഒരു പ്രതിഷേധം പോലെ ഉണ്ടായിരുന്നു മനസ്സിൽ. എന്തുകൊണ്ട് ഈ കുട്ടി മിണ്ടുന്നില്ല, എന്തുകൊണ്ട് ഇതിനൊക്കെ ഒരു അവസാനം കാണുന്നില്ല എന്നുള്ള രീതിയിൽ. കാരണം അവരിപ്പോഴും താമസിക്കുന്നത് മോൻ്റെയും കൂടെ പേരിലുള്ള വീട്ടിലാണ്. അവിടെ താമസിക്കാൻ അവർ ഒട്ടും അർഹയല്ല. ഇതൊക്കെ കേട്ടപ്പോൾ ഒട്ടും അർഹയല്ല. മോൻ തന്നെ പറയുന്നുണ്ട്, ജീവിതത്തിലുണ്ടായ സംഭവത്തിൻ്റെ ഒരു 80% പറഞ്ഞിട്ടില്ല, 20% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 20% കേട്ടിട്ട് പോലും ഞങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ആ വേദന അതേപോലെ ഞങ്ങൾ ഉൾക്കൊണ്ട്, കാരണം അത്രയും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബാക്കി 80% കേൾക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു മൂന്നാനമ്മയിൽ നിന്നും എത്രത്തോളം അവഗണന സഹിച്ചിട്ടാണ് മോൻ ആ വീട്ടിൽ നിന്ന് നിന്നതും ആ വീട്ടിൽ നിന്ന് പോയതും. അച്ഛൻ്റെ മരണശേഷം റബ്ബർ വെട്ടാൻ പോയൊരു അവസ്ഥ, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ മോൻ പറയാതെ തന്നെ പല കാര്യങ്ങളും ബാക്കിയുള്ള 80% നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മോനെ. അന്നേ മോന് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ചാനലുകാരോട്, ഈ പറഞ്ഞ അനൂപിനോട്, അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്താണ് ബിഷപ്പ് താമസിക്കുന്നത്, ബിഷപ്പിൻ്റെ വീട്ടിൽ ചെന്നിട്ടോ ഫിറോസിക്കെ, ഇവരോട് ആരോടെങ്കിലുമൊക്കെ മോൻ്റെ അവസ്ഥ തുറന്നു പറയാമായിരുന്നു. ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം രൂക്ഷമായപ്പോഴും മോനെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, ചേർത്ത് നിർത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവരോടൊന്നും മോൻ മനസ്സ് തുറന്നില്ല. അതാണ് മോൻ്റെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയ തെറ്റ്. ആ വീട്ടിൽ ചെന്ന് ഈ സുധി മിണ്ടുന്നത് പോലും ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ കൊച്ചിനെ കൊണ്ട് പ്രോഗ്രാമിന് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. കൊച്ച് വ്യക്തമായി പറയുന്നുണ്ട്. സപ്പോർട്ടേഴ്സ് കേൾക്കണം, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മറുപടി ഞാൻ പറയുന്നത്. സപ്പോർട്ടേഴ്സ് കേൾക്കണം. ആ അമ്മയില്ലാത്ത ഒരു കുഞ്ഞിനോട് ഈ വക കല്യാണം കഴിക്കുന്നത് വരെ അവൾ ഭയങ്കര കമ്പനിയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ അവർക്ക് ഇഷ്ടമല്ലാതായി. സുധിയോടൊപ്പം മിണ്ടുന്നത്, സുധിയോടൊപ്പം
പോകുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലാതായി. ഇവളാണോ അമ്മ? ഏത് നേരം ഇവൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ, കിച്ചു മോനെ കഴിച്ചോ, അമ്മ കാച്ചിട്ടിട്ടുണ്ട്, അമ്മ അവിടെ പോവാണ്, അമ്മ ഇവിടെ പോവാണ്. ഇതെല്ലാം ഡ്രാമയാണെന്ന് ആ വീഡിയോയിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളുടെ ഈ ഒരു ഡ്രാമ തന്നെയാണ്. സത്യം പറഞ്ഞാൽ മോനെ, നീ വല്യച്ഛനോടും വല്യമ്മോടും കൂടി തന്നെ നിൽക്കുന്നതാണ് നിന്റെ ഈ ലൈഫിന് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആരും ഇല്ലാത്തവനൊന്നുമല്ല. നിന്നെ അച്ഛനായിട്ട് സ്നേഹിക്കാൻ നിന്റെ വല്യച്ഛനുണ്ട്, അമ്മയായിട്ട് സ്നേഹിക്കാൻ നിന്റെ വല്യമ്മയുണ്ട്, നിനക്ക് സഹോദരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ മാറ്റി നല്ല രീതിയിൽ പഠിച്ചു വരിക. ആർക്കും ഈ ഒരു വീഡിയോയോട് കൂടി തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ചെറിയൊരു അകൽച്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോയോട് തന്നെ അത് മാറും. അതുകൊണ്ട് മോൻ ഇനിയെങ്കിലും ചെയ്യേണ്ടത് ആ ദുഷിച്ച സ്ത്രീയോടൊപ്പം നിൽക്കാതിരിക്കുക, ഒരു കാരണവശാലും അവർക്ക് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ആ വീട് കൊടുത്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ബിഷപ്പിനോടും ഫിറോസിക്കയോടും ഫ്ലവേഴ്സിനോടും ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഭയങ്കര മണ്ടത്തരമാണ്. അന്ന് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചു, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പെറ്റമ്മയല്ലല്ലോ. അപ്പോൾ ആ വീട് കിച്ചുവിൻ്റെയും ഈ ഇളയ കുട്ടിയുടെയും പേരിലാണ് കൊടുക്കുന്നതെങ്കിലും ഒരു ബന്ധവും ഇല്ലാത്തവരോടൊപ്പം എങ്ങനെ, അച്ഛനുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു ബന്ധവും ഇല്ലാത്തവരോടൊപ്പം ഈ കുട്ടി എങ്ങനെ അവിടെ വളരും, എങ്ങനെ അവിടെ താമസിക്കുമെന്ന് അന്നേ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അന്ന് മോനത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നതൊന്നും വരില്ലായിരുന്നു. വേണ്ട, ആ ബോഡി അടക്കാൻ പോലും അന്നെങ്കിലും മോൻ ആ സ്റ്റാൻഡ് അന്ന് വെല്ലിച്ചൻ്റെ അടുത്തെങ്കിലും മോൻ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അന്നും മോൻ അത് ചെയ്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം മോൻ്റെ മനസ്സ്, മോൻ ചെറുതാണെന്ന് അന്നൊരു തീരുമാനമെടുക്കാനോ ഒന്നും ഉള്ള പ്രായമായിട്ടില്ല. വെറും വൃത്തികെട്ട വീട്ടുകാരാണ്. കാരണം 1,80,000 രൂപയുടെ ബില്ല് ഈ ചെറിയ കുട്ടിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാമല്ലോ അവരുടെയൊക്കെ ആ ഒരു മനസ്സ്. മോൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. മോനാകെ ചെയ്യേണ്ടത്, മോന് നല്ലൊരു വിദ്യാഭ്യാസമുണ്ട്, അച്ഛനെ അമ്മയും പോലെ നോക്കാനായിട്ട് വലിയച്ഛനും വല്യമ്മയുണ്ട്, മോനെ പഠിപ്പിക്കാൻ ഫ്ലവേഴ്സ് TV ഉണ്ട്, പിന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നിന്നും അത്യാവശ്യം നല്ലൊരു വരുമാനവും മോന് കിട്ടും. മോൻ നല്ല രീതിയിൽ ഒരു കാരണവശാലും ആ കോട്ടയത്തെ വീട്ടിലോട്ട് മോൻ പോകണ്ട. കാരണം ജീവിക്കാൻ പറ്റാത്ത കൂട്ടരാണ്. പിടിച്ചുയർത്താനും ഇവളെ സപ്പോർട്ട് ചെയ്യാനും ഇവളെ സ്നേഹിക്കാനും കുറച്ച് പേര് കൂടെ നിൽപ്പുണ്ടല്ലോ, അവരെല്ലാവരും ഇവളുടെ ഈ ഒരു പാപത്തിന്റെ പങ്ക് അനുഭവിച്ചിരിക്കും. ഈ ഒരു ശാപം, ഇതിന്റെ ഒരു പങ്ക് നിനക്കൊക്കെ കിട്ടിയിരിക്കും. ബിഗ് ബോസിൽ എന്താണ് ഇവള് പറഞ്ഞത്? എനിക്ക് 2 മക്കള്. ലാലേട്ടനോട് എന്താ പറഞ്ഞേ? എനിക്ക് 2 മക്കൾ, എൻ്റെ 2 മക്കളാണ് വലുത്. നീ ഒറ്റ മോനെ പറഞ്ഞാൽ മതിയടി, നീ ഒറ്റ മോനെ പറഞ്ഞാൽ മതി. സുധി ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യന് സ്വൈര്യം കൊടുക്കാതെ, ഈ ഒരു കുഞ്ഞിനോട് ഒരിട്ട് സ്നേഹം കാണിക്കാതെ നീ ഇപ്പം മോനോടുള്ള സ്നേഹം എഴുന്നള്ളിക്കണ്ട. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി.